നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം കൺട്രോൾ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർലോക്കുകളെ കുറിച്ചാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇന്റർലോക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. രണ്ട് തരം ഇന്റർലോക്കുകളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ ഇന്റർലോക്ക്, മറ്റൊന്ന് ഇലക്ട്രിക്കൽ ഇന്റർലോക്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസം. മെക്കാനിക്കൽ ഇന്റർലോക്കിങ്ങിൽ ഒരു കീ സിസ്റ്റം ഉൾപ്പെടുന്നു. കൂടാതെ സർക്യൂട്ട് ചേഞ്ച് ചെയ്യുന്നതിനും ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതിനുമുള്ള പ്രക്രിയ മെക്കാനിക്കലാണ്. കൂടാതെ സർക്യൂട്ടിന്റെ സ്വിച്ചിംഗ് പ്രവർത്തനത്തിന് മാൻ പവർ ആവശ്യമാണ്. ഇലക്ട്രിക്കൽ ഇന്റർലോക്കിംഗ് എന്നത് ഓട്ടോമേഷനാണ്. അതിൽ ഇന്റർലോക്കിംഗ്, സ്വിച്ചിംഗ് പ്രവർത്തനങ്ങൾ യാന്ത്രികമായും വൈദ്യുതി ഉപയോഗിച്ചും നടത്തുന്നു. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. മെക്കാനിക്കൽ ഇന്റർലോക്ക്. ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ കോണ്ടാക്റ്റുകളുടെ സുരക്ഷിതവും ഏകോപിതവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ ഈ ഇന്റർലോക്ക് ഉപകരണം നിർണായക പങ്ക് വഹിക്കുന്നു. കോണ്ടാക്റ്റുകളെ മെക്കാനിക്കൽ വഴി ഇന്റർലോക്ക് ചെയ്യുന്നതിനാൽ ഒന്നിലധികം കോണ്ടാക്റ്റുകളുടെ അപ്രതീക്ഷിതമായ ഒരേ സമയമുള്ള പ്രവർത്തനം തടയാൻ സഹായിക്കുന്നു. ഇത് വൈദ്യുത തകരാറുകൾക്കോ ഷോർട്ട് സർക്യൂട്ടുകൾക്കോ കാരണമാകാതെ സംരക്ഷിക്കുന്നു. രണ്ട് മെക്കാനിസങ്ങളുടെയോ പ്രവർത്തനങ്ങളുടെയോ അവസ്ഥയെ പരസ്പരം ആശ്രയിക്കുന്ന ഒരു സവിശേഷതയാണ് ഇന്റർലോക്ക്. ഒരു മെഷീനിൽ അഭികാമ്യമല്ലാത്ത അവസ്ഥകൾ തടയാൻ ഇന്റർലോക്കുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉപകരണങ്ങളിൽ അവയുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം സുഗമമാക്കാൻ ഇത് സഹായിക്കുന്നു. രണ്ട് കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് ഒരു മെക്കാനിക്കൽ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് കോണ്ടാക്റ്റുകളുടെ ഇന്റർലോക്കിംഗ് സിസ്റ്റമാണ്, മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് സിസ്റ്റം. അതിന് ഒരേ തരത്തിലുള്ള കോണ്ടാക്ടർ തന്നെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ ഒരു രീതി ഒരേ സ്ഥലത്ത് തന്നെ ഒരേ രീതിയിൽ തന്നെ ജോയിൻറ്റ് ചെയ്യുക. ഈ രണ്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് ഒരു മെക്കാനിക്കൽ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിനൊരു ലോക്കുണ്ട്. ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അതിനുശേഷം ആ അടുത്ത കോണ്ടാക്ടറും അതുപോലെ തന്നെ ആ ലോക്കിനോട് ചേർത്ത് പിടിപ്പിക്കണം. ചിത്രത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കണം. അടുത്ത കോണ്ടാക്ടറും അതുപോലെ തന്നെ അതിനോട് ചേർത്ത് വയ്ക്കണം. വെച്ച് കഴിയുമ്പോൾ അത് കൃത്യമായി ചേർന്നിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് കോണ്ടാക്ടർ ഒരേ സമയത്ത് ഓണാവില്ല. ഒരെണ്ണം ഓണായിരിക്കുമ്പോൾ അടുത്തത് ഓണാവില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് കാണാൻ കഴിയും. ഇലക്ട്രിക്കൽ ഇന്റർലോക്ക്. വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നതിലൂടെ ഉപകരണങ്ങളോ സിസ്റ്റങ്ങളോ ഒരേ സമയം അല്ലെങ്കിൽ തെറ്റായ ക്രമത്തിൽ പ്രവർത്തിക്കുന്നത് തടയുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഇലക്ട്രിക്കൽ ഇന്റർലോക്ക്. ഒരു ഉപകരണം ഒരു പ്രത്യേക അവസ്ഥയിലെത്തുന്നത് വരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുന്നത് വരെ സമാന്തരമായി മറ്റൊന്ന് പ്രവർത്തനമാകില്ല എന്ന് ഉറപ്പാക്കാൻ കോമൺ NO NC ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് ഇത് സാധ്യമാക്കുന്നു. അതുവഴി ഉപകരണത്തിന്റെ കേടുപാടുകൾ തടയുകയും സുരക്ഷിതമായ കൃത്യമായ ഒരു പ്രവർത്തനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രണ്ടോ അതിലധികമോ ഉപകരണങ്ങൾക്കിടയിലുള്ള വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർലോക്കാണ് ഇലക്ട്രിക്കൽ ഇന്റർലോക്ക്. മറ്റൊരു ഉപകരണം ഓണാകുന്നത് തടയാൻ ഈ തരത്തിലുള്ള ഇന്റർലോക്കുകളിൽ കോമൺ NO കോമൺ NCയുമായി കോണ്ടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇനി ഒരു 4 ഉപകരണങ്ങളെ പരസ്പരം ഇന്റർലോക്കിംഗ് നടത്തി എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് രണ്ട് കോണ്ടാക്ട്, അതായത് 4 കോണ്ടാക്ടറുകളാണ് ഇതിനകത്ത് വരുന്നത്. ഈ രണ്ട് കോണ്ടാക്ടറുകളെ
പരസ്പരം ഇന്റർലോക്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കോണ്ടാക്ടർ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത കോണ്ടാക്ടർ വർക്ക് ചെയ്യാതിരിക്കുക, അത് ഓഫ് ആയതിനു ശേഷം മാത്രം മറ്റേത് വർക്ക് ചെയ്യുക. അതേപോലെ ഇനിയൊരു 2 കോണ്ടാക്ടറുകൾ കൂടി, അതായത് 4 എക്യുപ്മെന്റുകളായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒന്ന് K1, അത് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു 4 ലോജിക്കാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. K1 എന്ന കോണ്ടാക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് K2, K3, K4 എന്നീ കോണ്ടാക്ടറുകൾ വർക്ക് ചെയ്യാതിരിക്കുക, ഓഫായിരിക്കും. അതുപോലെ തന്നെ K2 എന്ന കോണ്ടാക്ടർ വർക്ക് ചെയ്യുമ്പോൾ മറ്റ് 3 കോണ്ടാക്ടറുകളും വർക്ക് ചെയ്യാതിരിക്കും, ഓഫായിരിക്കും. K1ൽ പ്രവർത്തിക്കുന്ന ഉപകരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് കോണ്ടാക്ടറുകളിലൂടെ വർക്ക് ചെയ്യുന്ന ഉപകരണം പ്രവർത്തിക്കുന്നില്ല. ഇതാണ് സാധാരണ ഒരു ലോജിക്ക് വന്നത്. അതുപോലെ തന്നെ മറ്റ് 2 ഉപകരണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 2 കോണ്ടാക്ടർ, അതായത് K1, K2 എന്ന 2 ഉപകരണങ്ങളും ഓണായിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു കോണ്ടാക്ടറിലൂടെ പ്രവർത്തിക്കുന്ന ഉപകരണം വർക്ക് ചെയ്യണം. എങ്കിൽ അതിനാണ് അടുത്തൊരു കോണ്ടാക്ടർ ഉപയോഗിക്കുന്നത്. അതായത് K1, K2 ഓണായിരിക്കുമ്പോൾ K3യും ഓണാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ എക്യുപ്മെന്റ് വർക്ക് ചെയ്യും. അതായത് 3 എക്യുപ്മെന്റുകളും ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നാലാമത്തത് ഓഫായിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ലോജിക്ക്, K1, K2 അതിൽ വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങളും ഓഫായിരിക്കുന്നു. ആ സമയത്ത് K3യിൽ വർക്ക് ചെയ്യുന്ന ഉപകരണവും ഓഫായിരിക്കും. അതേസമയം ഇത്രയും ഓഫ് ആകുന്ന സമയത്ത് K4ൽ വർക്ക് ചെയ്യുന്ന ഉപകരണം ഓണാവും. ആ ഒരു ഉപകരണം മാത്രം ഓണായിരിക്കും, മറ്റതെല്ലാം. ഇതൊരു പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഇന്റർലോക്കിംഗ് സിസ്റ്റമാണ്. ഇതിനൊരു പ്രത്യേകത ഉള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഈ ഇന്റർലോക്കിങ്ങുകൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് രൂപാന്തരപ്പെടുത്താവുന്നതാണ്. ഇതിപ്പോൾ 4 കോണ്ടാക്ടറുകൾ വഴി ഇന്റർലോക്കുകൾ നടത്തി 4 ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെ മറ്റു ഉപകരണങ്ങൾ ഇനിയും വർക്ക് ചെയ്യാം. അതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു കോണ്ടാക്ടറിൽ വർക്ക് ചെയ്യുന്ന കൺട്രോൾ സർക്യൂട്ട് വർക്ക് ചെയ്തത് ഒരേ ഒരു ഇലക്ട്രിക്കൽ പവർ വഴിയാണ്, ഒരു ലൈൻ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് അത് ഏത് തരത്തിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഈ ഇലക്ട്രിക്കൽ ഇന്റർലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഇന്റർലോക്കിംഗ് സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും ഈ ലോജിക്കുമെല്ലാം ഇത് വലിയൊരു പാലികേറാമലയൊന്നും അല്ല. ഇത് നമുക്ക് ലോജിക്ക് ചിന്തിച്ചാൽ നിസ്സാരമായിട്ട് ഏത് രീതിയിൽ വേണമെന്ന് ചിന്തിച്ച് ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ അത് എഴുതി തയ്യാറാക്കിയാൽ ഇത്തരത്തിൽ ഒരു ഇന്റർലോക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചെയ്യണം. ഈ ഉപകരണങ്ങളുടെ, കോണ്ടാക്റ്റുകളുടെയും ടൈമറുകളുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ആദ്യം തന്നെ. അത് ആദ്യകാലത്തുള്ള എൻ്റെ പാഠങ്ങളും എൻ്റെ ട്യൂട്ടോറിയലുകളിൽ അതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും റിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. കൺട്രോൾ സിസ്റ്റങ്ങളും ഇന്റർലോക്കുകളുമായി ബന്ധപ്പെട്ട് ഇനിയും ചില വീഡിയോകൾ ഞാൻ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് എല്ലാം വ്യക്തമായി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർലോക്കിംഗ് സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും എല്ലാവർക്കും സുഗമമായി ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ ബോധ്യമാവും. ഇപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.